من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد النبي الأمي الحبيب عالي القدر عظيم الجاه وعلى آله وصحبه وسلم. സ്നേഹമുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ താഹ ബാഫഖി തങ്ങൾ അവർകളെ, ബഹുമാനപ്പെട്ട അഹമ്മദ് ഉസ്താദ്, മറ്റു പ്രധാനപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുടെയും എം.എ. ഉസ്താദിന്റെയും സ്മരണ പുതുക്കുന്ന ഈ അവസരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെയെങ്കിലും പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്തുള്ള അൽഹംദുലില്ലാ. ഞാൻ വരാൻ ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷെ മണ്ണ് നോക്കുമ്പോൾ വണ്ടീന്റെ സീറ്റ് എന്റെ പെരടിയോളുണ്ട്, എനിക്ക് കയറാൻ കഴിയില്ല. ഞാൻ ഡ്രൈവറോട് തമാശ പറഞ്ഞിരുന്നു, ഉള്ളാളം തങ്ങി ഇപ്പം വേണേനും ഇനി മറുപടി കാണാനെന്ന്. ഏതായാലും മാഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ അനുസ്മരിക്കപ്പെടാനുള്ള സന്ദർഭം സൃഷ്ടിക്കുന്നത് അവര് അള്ളാഹുവിനോടും ഈ സമുദായത്തോടും ചെയ്ത കടമകൾ നിറവേറ്റുകയാണ്. കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഹ്രസ്വമായി ഞാൻ പറയാണ്. ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ ഒരു കാലഘട്ടത്തില് 16-17 വയസ്സിൽ മുദരിസായി ലാസ്റ്റ് വരെ ഇൽമുമായി ബന്ധം മുറിയാതെ ജീവിച്ചിരുന്ന മഹാനാണ്. അദ്ദേഹത്തിൽ നിന്ന് നമ്മളിങ്ങനെ അനുസ്മരിച്ചാൽ പോരാ, അവരിൽ നിന്നുള്ള അനുകരണീയങ്ങളായ സ്വഭാവങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്നും പകർത്തേണ്ടത്, ഒന്ന്, മുതലാളിമാർക്ക് മുട്ടുകുത്താതിരിക്കലാണ്. 1 കോടി ഉറുപ്പ്യ ഇന്ന് കൊണ്ട് തങ്ങൾക്ക് കൊടുത്തിട്ട് പിറ്റേന്ന് പോയാൽ ആ 1 കോടി ഉറുപ്പ്യന്റെ ഒരു പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചിട്ടാരും തങ്ങളുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. അതാണ് തങ്ങൾ. ക്യാഷ് കൊണ്ട് തങ്ങളെ ആർക്കും വിലയിടാൻ കഴിഞ്ഞിട്ടില്ല. വേറൊന്ന്, കിട്ടിയ ക്യാഷ് ലാസ്റ്റ് ആകുമ്പോൾ നല്ലോണം തങ്ങൾ ഇരിക്കുന്ന ആ മുസല്ലന്റെ അടിയിൽ ആരും കൊടുത്താൽ വെക്കുക. അത് ഉറങ്ങാനാകുമ്പോഴേക്കും വന്നവർക്കെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ടാവും. എൻ്റെ ഈ 10-60 വയസ്സ് വരെ ഒരുപാട് വലിയ വലിയ മഹാന്മാരെ, പണ്ഡിതന്മാരെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തങ്ങന്മാരെ. പക്ഷെ ഇങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല കേരളത്തിൽ. അപ്പൊ ഇതിന് അനുകരണീയമാണ്. അതുപോലെ തന്നെ തങ്ങൾ ദർസ് നടത്താൻ ഉള്ള സന്ദർഭത്തിൽ ആ ദർസിന്റെ സമയത്ത് എത്ര വലിയ വമ്പം പോയാലും തങ്ങൾ പരിഗണിക്കില്ല. തങ്ങൾ ദർസിനെ തന്നെ പരിഗണിക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളൂ. ഇത്തരം സ്വഭാവങ്ങള് വളർന്നു വരുന്ന നമ്മളെ കുട്ടി സഖാക്കള്, കുട്ടി പണ്ഡിതന്മാര് ശ്രദ്ധിക്കണം. അതുപോലെ വേറൊന്ന്, ബഹുമാനപ്പെട്ട ഉസ്താദ് എം.എ. ഉസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പറയാൻ എൻ്റെ നാക്കിന് യോഗ്യത ഉണ്ടോ എന്ന് വരെ സംശയമാണ്. അത്ര അത്യുന്നതിയിൽ വിലസിയ മഹാനാണ്. അദ്ദേഹം പഠിച്ചറിഞ്ഞ കാര്യങ്ങള് ജീവിതത്തിൽ പകർത്തിയ മനുഷ്യനാണ് എം.എ. ഉസ്താദ്. മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലായാലും അദ്ദേഹത്തിന്റെ എഴുത്തിലായാലും അദ്ദേഹത്തിന്റെ നടത്തത്തിലായാലും, എന്തിനധികം അദ്ദേഹം ബസ് കയറാൻ പോകുമ്പോൾ അനുകരണീയമായ സ്വഭാവമായിരുന്നു. തളിപ്പറമ്പിലെ മൂപ്പര് ഞങ്ങൾ ഓതുമ്പോ 4:15 അന്നത്തെ കാലത്ത് ഒരു കോപ്പറേറ്റീവ് ബസ് തൃക്കരിപ്പൂരേക്കുള്ളത്. 4:15 4:20 ഉള്ളിൽ തളിപ്പറമ്പെത്തും. ഉസ്താദിന്റെ നടത്തത്തിൽ 10 മിനിറ്റ് വേണ്ട മദ്രസയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക്.
ആ സമയത്തെ ഉസ്താദ് അവിടെ ഇറങ്ങും. 10 ആളെ കയറുമ്പോഴേക്ക് കോപ്പറേറ്റീവ് ബസ് റെഡി ആയിരിക്കും. അതിൽ റഷിന്റെ റഷ് ഉണ്ടായ ഉസ്താദ് പാഞ്ഞു കയറും. കാരണം സമയം കളയാങ്ങിയില്ല. അപ്പൊ ഇങ്ങനെ അതുമാതിരി തന്നെ ഞാൻ മറ്റുള്ള ഉസ്താദന്മാരെ എഴുത്തി കാണുന്നില്ല. നമ്മളുടെ ജീവിതത്തിലെ പോത്തെ മൂരി എന്നെല്ലാം പറഞ്ഞു വന്നത് അധികം അത് ചില ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ചതാ. അത് അധിക പണ്ഡിതന്മാർക്കുള്ളതാ. മറ്റുള്ള മതക്കാർക്ക് ആ പോത്ത് മൂരി എന്നെല്ലാം വിളിക്കും, ഓണം കിട്ടിയെന്നല്ല പറയാ. എന്നാല് MA ഉസ്താദിന്റെ വാക്കിൽ നിന്ന് അങ്ങനത്തെ ഒരു പദം ഒരു മഹ്ലൂക്കും കേട്ടിട്ടുണ്ടാവില്ല. അത്ര സംശുദ്ധമാണ് ഉസ്താദിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ ഉസ്താദിന്റെ ജീവിതക്രമങ്ങൾ. ഏത് പരിപാടിക്ക് പോയിട്ട് അന്ന് കൂവത്തിൽ ഇസ്ലാം വന്നിൽ ഉറങ്ങിയാലും തഹജ്ജുദിന് ഉസ്താദ് എഴുന്നേൽക്കും. പിന്നെ മുത്തഅല്ലിമീങ്ങളുടെ മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥ ശരിക്ക് പഠിച്ചിട്ടായിരുന്നു ഉസ്താദിന്റെ പെരുമാറ്റം, ഉസ്താദിന്റെ ശാസനകളും ഉസ്താദിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതാണ് ഉസ്താദ്. അതിനക്ക് പിന്നെ പകരം വെക്കാൻ MAക്ക് പകരം വെക്കാൻ MA ഒന്നും വേറെ ആരുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഉസ്താദ് ഞങ്ങളൊക്കെ അന്ന് മാത്രമല്ല, ഇനി എന്ത് പ്രശ്നം വന്നാലും ഉസ്താദിന്റെ അടുത്ത് മുമ്പ് എത്തിയാല് അന്നന്ന് ഫാമിലി പ്രോബ്ലം നമ്മളെ വലിയ ഉസ്താദ് MA ഉസ്താദിന്റെ അടുത്ത് പോകുക. കാരണം എന്റെ കുടുംബമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് MA ഉസ്താദ്. MA ഉസ്താദിന്റെ ഉപ്പാപ്പ എന്റെ ഉപ്പാപ്പാന്റെ ഉസ്താദാ, ഷെയ്ഖാണ്. MA ഉസ്താദിന്റെ ഷെയ്ഖാൻ എന്റെ ഉപ്പാപ്പയോ. അങ്ങനെ ഒരു ചംക്രമണമാണ്, സർക്കുലേഷനാണ്. അപ്പൊ ഫാമിലി പ്രോബ്ലം ഉണ്ടായാലും MA ഉസ്താദിന്റെ അടുത്തിട്ട് പോയിട്ട് പറയാ, ഉസ്താദ് അതിന്റെ പ്രോബ്ലം പിന്നെ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരും. മാഷാ അല്ലാഹ് അതുപോലെ നടക്കുകയും ചെയ്യും. പിന്നെ ഉസ്താദിന്റെ അനുസരിക്കേണ്ടത് ബ്രോഡ് മൈൻഡ്, സങ്കുചിത മനസ്സ് ഉസ്താദിനെ തൊട്ടുകേർപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു സങ്കുചിത മനസ്സ് ഉസ്താദിനുണ്ടെങ്കിൽ ചില സമയം ഞാൻ ഈ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനമൊന്നും വഹിക്കുമായിരുന്നില്ല. ഉസ്താദിന്റെ ഹയാത്ത് കാലം തന്നെ ഞാനിത് പറഞ്ഞില്ല, അല്ലാണ്ട് മരിച്ചിട്ട് പറയുന്നതല്ല. എനിക്ക് ഈ സ്ഥാനം കിട്ടിയ ഉടനെ ഞാൻ നാട്ടിൽ പോയി. ഉസ്താദിന്റെ വീട്ടിൽ പോയി. ഉസ്താദ് സയ്യിദിയിലുള്ളതെന്ന് പറഞ്ഞു. സയ്യിദിയിലേക്ക് പോയി, ഉസ്താദിനെ കണ്ടു, സുഹൈരെല്ലാം ചോദിച്ചു. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഞാനിങ്ങനെ ഉസ്താദിന്റെ എതിർ പാർട്ടിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ദുബായിൽ. എനക്കവും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നവനല്ല. എനിക്ക് നല്ല ശമ്പളവും കാര്യങ്ങളും ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ മരിക്കുമ്പോ ഷഹാദത്ത് വരുമ്പോ എനിക്ക് തന്നെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉസ്താദ്മാരെ പിന്നെ വെറുപ്പുകൾ പിന്നെ കിട്ടിയാലൊന്നും സാധ്യമാവുന്നില്ലല്ലോ. അതുകൊണ്ട് ഉസ്താദ് എന്ത് വേണമെന്ന് ഇപ്പൊ എന്നോട് പറയണം. വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് റിസൈൻ ചെയ്യും. എനിക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോ എനിക്കിപ്പോ പറയാൻ തന്നെ കഴിയുന്നില്ല. 2 കൈയും എന്റെ തലയിൽ വെച്ചിട്ട് ഉസ്താദ് പറയാണ്, കോയാന്ന് തന്നെ വിളിക്കുക ഉസ്താദ്. കോയ, എന്റെ എല്ലാ പൊരുത്തവും കോയാക്കുണ്ട്. കോയന്നെ അവർക്ക് നേതൃത്വം കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ നായ് വാഞ്ഞു കയറിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആ സ്ഥാനം തുടങ്ങുന്നത്. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കും. ഇതാണ് ഉസ്താദ്. ബ്രോഡ് മൈൻഡ് ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിയോ? ഒരു സങ്കുചിത മനസ്സാണെങ്കിൽ എന്താ പറയാ, നിങ്ങൾ നിൽക്കണ്ട എന്ന് രാജിവെച്ചെന്നല്ല പറയാ. ഇതാണ് ഉസ്താദ്. അതുകൊണ്ട് ഉസ്താദിനോട് ബഹുമാനം കൂടുക. അപ്പോ അതേമാതിരി തന്നെ ഞാൻ അസുഖമായി കിടന്നു. എല്ലാവരും ഓർപ്പിച്ച എന്റെ ചില ബന്ധുക്കൾ തന്നെ ഒരു പോക്കുകൊണ്ട് തീർക്കാന്ന് വെച്ചിട്ട് എന്നെ കാണാൻ വരാണ്ടിരുന്നു. കാണാൻ പോയി പിന്നെ വേറെ ഒന്നും സംഭവിച്ചതിന് ആരെ പോണ്ടേ? അത് സംഭവിച്ചാൽ പിന്നെ ഒരു പോക്ക് തീർക്കുമല്ലോ എന്ന് വെച്ചിട്ട്. എന്നാൽ ഉസ്താദ് 2 ആളെ താങ്ങിയിട്ടാ വന്ന് എൻ്റെ അടുത്ത്. എനിക്കിപ്പോ ഓർക്കാൻ കഴിയുന്നില്ല. എന്റെ കണ്ണ് സജലമാവുകയാണ്. ഉസ്താദ് എന്നോട് പറഞ്ഞു, കോയ, എന്റെ റൂഹ് എടുത്ത് തന്നിട്ടെങ്കിലും കോയയുടെ ജീവിച്ചേ പറ്റൂ. ആരത് പറയാ? അതൊന്നും കോൾമുറി കൊള്ളിക്കുന്നതാണ്. നമുക്കൊന്നും ഒരു ദിവസം ഒരു ഫാത്തിയെങ്കിലും ഉസ്താദിന്റെ പേരിൽ
ഓതാണ്ട് ഉറങ്ങാറില്ല, ഉറങ്ങിയിട്ടില്ല. അതിനനുസരിച്ചിട്ട് ചില സംഗതികൾ നമ്മൾ സ്വപ്നത്തിലും മറ്റു ഉസ്താദ് കാണിച്ചുകയും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ഉസ്താദിനുള്ള വേറെ ഗുണമാണ്. അന്നത്തെ കാര്യം ഇന്നത്തെ മാതിരിയല്ല. ഇന്നെല്ലാവരും മക്കള് ഗൾഫിലോട്ടെല്ലാം പോയിട്ട് ഒരുവിധ ഉസ്താദ്മാർക്കെല്ലാം നല്ല, ഇപ്പൊ കൊറോണ പിടിക്കുന്നതിന് മുമ്പത്തെ കാലമായിരുന്നു, സാമ്പത്തികമായി കുറച്ച് കഴിവുള്ളവരായിരുന്നു. എന്നാൽ ഉസ്താദൊക്കെ ദാരിദ്ര്യത്തോട് മല്ലിട്ടവരായിരുന്നു. അതാ യാഥാർത്ഥ്യം. പക്ഷെ യഹ്സബുഹുൽ ജാഹിലു അഗ്നിയ എന്ന് പറഞ്ഞ മാതിരി ഉസ്താദിന്റെ നടത്തോ ഇരുത്തോ മറ്റുള്ളവരെ ഹോസ്റ്റ് ചെയ്യുന്നതെല്ലാം കണ്ടാൽ വിചാരിക്കും ഉസ്താദ് വലിയ മുതലാളിയാണ്. ഉസ്താദ് ഏതെങ്കിലും ഒരു, അന്ന് സിംഗപ്പൂർ അങ്ങനെ മുറിച്ചു കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ് എം എ ഉസ്താദിന്. അവരോട് ആരോടും ഉസ്താദിന്റെ പ്രയാസം, ദുനിയവിയായ പ്രയാസം പറഞ്ഞിട്ടില്ല. പറഞ്ഞതായിട്ടായിരിക്കും സാധ്യവുമില്ല. മറ്റു നമ്മളെ സാധിക്കുന്ന ഉസ്താദന്മാരുടെ സുഖം തന്നെ എന്ന് ചോദിച്ചാൽ അവരുടെ വിഷമങ്ങളുടെ ദീർഘമായ പട്ടിക എടുത്ത് കഴിയുക. ഉസ്താദിന്റെ വാക്കിൽ നിന്ന് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. ഇതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. പിന്നൊന്നൊരു സ്വഭാവം ഉസ്താദ്, അത് പറയുമ്പോ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, അതനുസരിക്കാൻ കഴിയുമെന്നറിയില്ല. ഉസ്താദിന് സഹിക്കാൻ പറ്റാത്തതാണ് മുടിവെക്കല്. എത്ര ആളെ തല തപ്പിവെച്ചിരിക്കും. ഉസ്താദിന് മുടിവെക്കുന്ന കണ്ടുകൂടെ. ചില സമയം ചില ആള് തല തപ്പുന്നുണ്ടാവും, എന്റെ തലയിൽ മുടിയുണ്ടോ നോക്കാൻ. ഞാന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സർ സെയ്ദ് കോളേജിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കി പുറത്തു വരുന്നവരെ ഇന്നും ഞാൻ മുടിവെച്ചിട്ടില്ല. ഉസ്താദിനെ വളരെ സന്തോഷമാണ്. മുട്ടയും കൂടി അടിച്ചാൽ പിന്നെ പറയേണ്ട സന്തോഷം എന്തോന്നറിയില്ല അതിന്റെ കഥ. ഉസ്താദിന്റെ മൂത്ത മകനെ തന്നെ കൂടുതൽ ഒരു അകലം പ്രാപിക്കാൻ കാരണം നല്ല ബുദ്ധിമാനും വിവരമില്ലാത്തവനും മുടിവെക്കുന്നുണ്ട്. ഉസ്താദിന് മുടിയന്മാരോട് കുറച്ച് മാനസികമായ അടുപ്പം കുറവാണ്. അതിപ്പം പറഞ്ഞാൽ നടക്കൂല. ഇപ്പോഴത്തെ സാഹിതികളുടെ ആയാലും ആരുടെയും തലതോട് നോക്കിയാൽ തിരി എന്താ കഥ. അങ്ങനെ എല്ലാ നിലക്കും വൃത്തിയുള്ള ഒരു മഹാമഹിഷിയാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. അപ്പോ ഉസ്താദിന്റെ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. എന്റെ വാപ്പ മരിച്ചിട്ട് ദാരിദ്ര്യം വിഷമം ഉസ്താദിനെ പറഞ്ഞൊന്നും അതിന് പ്രത്യേകം ചെണ്ടൊന്നും വേണ്ട. സുബീസ്കരിച്ചിട്ട് ആ കോയയുടെ പഠിക്കുന്നതല്ലേ, ഉദിക്കുന്നത് വരെ ഉറങ്ങാണ്ടിരുന്നാൽ മതി, അങ്ങനെ മതി, ദാരിദ്ര്യാകത്താണ്. ഉസ്താദിന്റെ ശിഷ്യന്മാരൊക്കെ പഴയകാല ശിഷ്യന്മാരൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാണ്. എൻ്റെ ഒരു അമ്മാവനായ സയ്യിദ് ഇബ്രാഹിം തങ്ങൾ, സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ഈ എൻ്റെ 3 അമ്മാവന്മാർ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അവരൊക്കെ ഈ പറഞ്ഞ കണക്കാണ്. അവര് സുബഹി എണീച്ചാൽ പിന്നെ ഉദിക്കുന്നവരെ ഉറങ്ങൂല, ശല്യം പണിഞ്ചു. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. വാക്കുകളിൽ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് നാം ശ്രദ്ധിക്കണം. നമ്മുടെ പട്ടിണിയും പരിവട്ടവും ലോകനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുകയല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കരുത്. ഉസ്താദ് നല്ല വൃത്തി ബാഹ്യമായും അങ്ങനെ ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിക്കുന്നവരല്ല. അതും നാം ശ്രദ്ധിക്കണം. നല്ല അത്തരം നല്ല എസ് ജെ റോസ് അന്ന് ഉസ്താദിന് മലേഷ്യൻ നേരം കൊണ്ടു കൊടുക്കും. നല്ല എസ് ജെ റോസെല്ലാം പൂശിയിട്ട് ഉസ്താദ് പോവാന്നെ. ദർസിൽ വരുമ്പോഴെല്ലാം ക്ലാസ്സിന് വരുമ്പോഴും ഉസ്താദ് അത്ര പറ്റിയിട്ട് വരിക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ളുഹാ നമസ്കാരവും അവ്വാബ് നമസ്കാരവും, ഇത് രണ്ടും ഉസ്താദ് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അതും നാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. ഇത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഏതായാലും എന്നെ ക്ഷണിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. മഹാനവറുകളുടെ ഉള്ളാനന്ദങ്ങളുടെ എല്ലാം ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പിന്നെ അള്ളാഹു ആ മഹാന്മാരോടുകൂടി ഉന്നതമായ സ്വർഗത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഹരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട്
സായദികൾ പ്രത്യേകിച്ചിട്ട് ഉസ്താദിന്റെ ശിഷ്യന്മാർ ശ്രദ്ധിക്കണം. MA ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ പോരാ, ആ ഉസ്താദിന്റെ സ്വഭാവ ഗുണങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം. ഇപ്പൊ പല ശിഷ്യങ്ങളും പല ഗ്രൂപ്പുകളും പലതരം, എല്ലാവരോടും പുഞ്ചിരി തൂകുന്ന മുഖം, അത് നമ്മുടെ മുഖം പിന്നെ ഇതായിരിക്കണം, അതായിരിക്കണം നമ്മുടെ സിമ്പൽ. ബ്രോഡ് മൈൻഡ് ആയിരിക്കണം, മനസ്സിലായില്ലേ? അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയാലും അള്ളാഹുവിന്റെ മഹത്താനുഗ്രഹിച്ച് സായദിയിൽ പോയിരുന്നു, ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. പിന്നെ സാധാരണ പോയാലും ഉസ്താദിന്റെ വീട്ടിൽ പോകും, അത് നമ്മളെ കുടുംബപരമാതിരിയാണ് ഉസ്താദിന്റെ വീട്. ഉസ്താദിന്റെ പിന്നെ അന്ന് തന്നെ ഉസ്താദിന്റെ മുമ്പിൽ നമുക്കൊരു ഹിജാബില്ലാത്ത ഒരു സ്വന്തം മകനെ പോലെ അന്ന് ഇന്ന് എന്നും പെരുമാറുന്നതാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇത്തരം മഹാന്മാരെ സ്നേഹിക്കണം, അതിനൊരു തൗഫീഖ് വേണം. അത് വെറുതെ അല്ല, മനസ്സറിഞ്ഞ് സ്നേഹിക്കണം, അഭിമാനം കൊള്ളണം. എൻ്റെ ഉസ്താദ് MA ആണ് എന്ന് പറയാൻ, അത് പറയുമ്പോൾ അന്തരംഗങ്ങൾ ഹർഷപുളകിതമാകണം. അവിടെയാണ് നാം പിന്നെ ഉസ്താദിനോട് പിൻപറ്റിയവരോ അല്ലയോ എന്ന് മനസ്സിലാവുക. അത്തരക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനവറുകളെ സ്നേഹിച്ചാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിൽ കൂടിയും മറ്റും മഹാനവറുകൾ നമ്മളെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. അള്ളാഹു അത്തരത്തെ കാര്യങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ സഅദിയ കോളേജിന് അതിന് ഒരു വിശ്വസ്തരമായ ഒരു ജാമിയായി അള്ളാഹു ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ എന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി ഈ ബഹുമാനപ്പെട്ട ഉള്ളാടുന്നങ്ങൾക്കും MA ഉസ്താദിനും അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ വിനീതനെ മറക്കരുതേ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.